സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജനം ടിവിയുടെ സ്റ്റോൾ ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ജനം ടി വി ഒരുക്കിയ സ്റ്റോൾ പവലിയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, അഭിമാന മുഹൂർത്തമാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മേളയോടനുബന്ധിച്ചുള്ള ജനം ടി വിയുടെ പവലിയൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചത്. ഇനി 5 നാളുകൾ ഇവിടെ ആരവങ്ങളുടെ ആവേശത്തിൻ്റെ നടുവിലായിരിക്കും തൃശ്ശൂർ എന്ന സാംസ്കാരിക നഗരിയാകെ. സാംസ്കാരിക തലസ്ഥാനം ഇനി തലസ്ഥാനമായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും ഔപചാരികമായ തുടക്കം കുറിച്ചിരിക്കുന്നു. വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോഴും പുരോഗമിക്കുന്നു. 25 വേദികളിലും ഇന്ന് മത്സരങ്ങൾ നടക്കും. ഒപ്പം ജനം ടി വിയുടെ പവലിയൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. നമുക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പം ചേരുകയാണ്. സർ, ഏതായാലും ഔപചാരികമായ തുടക്കം കുറിച്ചിരിക്കുന്നു. ജനം ടി വിയുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. തിരിതെളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. അല്പം മുമ്പ് ഒപ്പം സാംസ്കാരിക നായകരും ഒക്കെ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ നിമിഷമാണിത്. കൃഷ്ണരാജ്, 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. തൃശ്ശിവപേരൂരിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ വർഷത്തെ കലോത്സവത്തിനുള്ളത്? അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം, അതിവിടെ ജനം ടി വി ഒരുക്കിയ പവലിയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്.